ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ജലാറ്റിനോ ചൈനാഗ്രാസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഒരു സോസ് പാനിൽ ഞാൻ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാല് നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കി ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ടെടുക്കുക കോൺഫ്ലോർ. കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കലക്കി ഒഴിച്ചാൽ മതി. കോൺഫ്ലോർ കലക്കിയ പാടനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ വേഗത്തിന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ കസ്റ്റർഡൊക്കെ കുറുക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ നമ്മൾ വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പോലെ കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ബട്ടർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ നല്ലൊരു ടെക്സ്ചറും കിട്ടും കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ചേർത്തിട്ട് നമ്മൾ പിന്നെ തീ ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചൂടിൽ തന്നെ ബട്ടർ നന്നായിട്ട് അലിഞ്ഞു കിട്ടും. ഇനി നമുക്കിതിന്ന് ഒരു പകുതി വേറൊരു ബൗളിലേക്ക് ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി പകുതിയിലേക്ക് കുറച്ച് നമുക്ക് ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു ചൂടോട് കൂടി തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് സിറപ്പാണ് ഒഴിക്കുന്നത്. റോസ് സിറപ്പ് ഒഴിക്കുമ്പോൾ റോസിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് കളറും നമുക്ക് ഈ ഒരു പുഡിങ്ങിന് കിട്ടും. അപ്പോൾ റോസ് സിറപ്പിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, പല അളവിലും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ച് വെച്ചാൽ മതി. നമുക്ക് ഫലൂദ അങ്ങനെയൊക്കെ റെഡിയാക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ റോസ് മിൽക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഒരു കളറിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് നമ്മൾ സിറപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ റോസ് സിറപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചേർത്തിട്ടും വാനില ചോക്ലേറ്റ് ആ ഒരു കോംബോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ 2 മിക്സും നമുക്ക് മാറി മാറി കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു മാർബിൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു റോസിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ആ ഒരു മിക്സർ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാനിലിൻ്റെ ആ ഒരു ഫ്ലേവറിലുള്ളത് കുറച്ച് ഒഴിക്കാം. അങ്ങനെ ഓരോ ലെയറുകളായിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ചെയ്യാം കേട്ടോ. ചൂട് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. കോൺഫ്ലോർ അല്ലേ, അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലിരുന്നാലും അത്യാവശ്യത്തിന് കട്ടിയായി പോവും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലാസ്റ്റൊക്കെ ആയ സമയത്ത് തന്നെ ആ ഒരു മിക്സർ ഏകദേശം കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒഴിക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് നമ്മുടെ ആ ഒരു ടിന്നിലേക്ക് ചാടുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിന് ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് വെറും 1 മണിക്കൂർ കൊണ്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. സാധാരണ നമ്മൾ ജലാറ്റിൻ ചൈനാഗ്രാസ് ഒന്നും ചേർക്കാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ പുഡിങ്ങൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. പാലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോസ് സിറപ്പ് തന്നെ നിർബന്ധമൊന്നുമില്ല, ഏത് ഫ്ലേവറിലും നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവില്ല, ചോക്ലേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ സെയിം രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർത്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി നമുക്കിത് തണുക്കാനായിട്ടും
ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ 1 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൻ്റെ താഴെയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറിയ ചെറിയ ബൗളിലൊക്കെ ആക്കിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ വലിയ പാത്രത്തിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾക്കിത് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം, ഇല്ല വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നട്ട്സൊക്കെ കൂട്ടി കഴിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്, നല്ല റോസ് മിൽക്കിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.